ഹായ് ഗൈസ്, വീണ്ടും ഒരു എക്സാം വ്ലോഗ് ഉണ്ടല്ലോ. ഇന്നും ഷിഫ്റ്റ് 3 തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല ഇന്ന് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് 4 മണിക്കാണ് എക്സാം ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പതിയെ ഒരുങ്ങി പോയാൽ മതി. അങ്ങനെ ഞാൻ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഒരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണേട്ടനെ രാമനേട്ട സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എക്സാം സെൻറ്റർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. അതും ഞാൻ ഓൾറെഡി എഴുതിയ സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് തപ്പി പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ അവിടെ എത്തിയിട്ടൊരു മിനറൽ വാട്ടറൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ എക്സാം എഴുതാൻ വേണ്ടി പോയി. 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും എക്സാം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അധികം വെയിറ്റ് ചെയ്യാതെ എനിക്ക് രാമനാട്ടേക്ക് തിരിച്ചുള്ള ബസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ സൈഡ് സീറ്റിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പോരാണ്. ഈ രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബസ്സിൽ ഇങ്ങനെ സൈഡ് സീറ്റ് ഇരിക്കുന്നത്. അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ബസ്സിലെ പ്ലേലിസ്റ്റിന് ഒരു വൈബാണല്ലോ. അങ്ങനെ ആ വൈബൊക്കെ അടിച്ചിട്ട് നമ്മളിത് തിരിച്ച് നേരെ പോരാണ്. അങ്ങനെ ഒരു 7 മണി 7:15 ആയപ്പോഴേക്കും ഞാൻ പാറമര എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇതേ തലേ ദിവസത്തെ പോലെ തന്നെ രാത്രി നടന്ന് തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അമ്മമ്മ ആണെങ്കിൽ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണേണ്ടാക്കി. പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളോടൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ എനിക്ക് വിശന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി ബിരിയാണിയൊക്കെ അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ കുറേ നേരം TV ഒക്കെ കണ്ടിരുന്നു. കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും